ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം പറയാനാണ് കേട്ടോ വന്നത്. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചോ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കൊലപ്പെടുത്താൻ ഒരമ്മയ്ക്ക് സാധിക്കുമോ? എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടത്തില്ല. ഒരിക്കലും നമുക്കിനി എന്ത് സിറ്റുവേഷൻ ആയാലും നമ്മൾക്ക് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സാധിക്കില്ല. അപ്പം ചിലർ പറയും ആ അമ്മയ്ക്ക് അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് ആ അമ്മ മരിക്കാൻ വിചാരിച്ചപ്പോൾ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പെൺകുഞ്ഞിനെ കൊന്നതാണ് എന്ന്, അമ്മയ്ക്ക് മരിക്കാൻ വേണ്ടി കുഞ്ഞിനെ കൂടെ കൂട്ടി എന്നൊക്കെ ന്യായീകരണങ്ങൾ ഒരുപാട് വരാം. എന്ത് തന്നെയായാലും എന്ത് പ്രശ്നമായാലും സ്വയം മരിക്കാം, ഓക്കെ. പക്ഷേ നമുക്ക് ഒരാളെ കൊല്ലപ്പെടുത്തണമെങ്കിൽ അത് നമ്മളുടെ വയറ്റിൽ നമ്മളുടെ ഒരു ഭാഗമായിട്ട് നമ്മളുടെ ഒരു ബ്ലഡായ നമ്മുടെ കുഞ്ഞിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇപ്പോൾ ഷാർജയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി സ്വയം ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ കാര്യമാണ്. കൊല്ലം ചന്ദനത്തോപ്പിൽ കേരളപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് തോന്നുന്നു. വിപഞ്ചിക എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ന്യൂസ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെല്ലാവരും വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ ഒരു കേസ്, നമ്മളുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെയാണ് വളരെ വൈകാരികമായ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനും കൊല്ലംകാരിയാണ്. എൻ്റെ ഏകദേശം വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ വീട്. പക്ഷേ എനിക്ക് ആളിനെ അറിയില്ല, എനിക്കൊരു പരിചയമില്ല. ഞാനും എല്ലാവരെയും പോലെ ന്യൂസിൽ കണ്ടൊരു കാര്യമാണ്. പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതും പറയേണ്ടതുമായിട്ട് വന്നു. ഈ സൈക്കോളജിസ്റ്റ് എന്നതിലുപരി ഞാനും ഒരു അമ്മയാണ്. അപ്പം ഞാനൊക്കെ കടന്നുപോയ വഴികൾ ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റോറീസ് ഞാൻ ഒരിക്കൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയും. അപ്പം ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തിനായിരിക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? വേറെ ഒന്നിനുമല്ല, ഞാൻ കടന്നു വന്ന ഫേസസ്. എനിക്ക് ആത്മഹത്യ ചെയ്യാവുന്നതിൻ്റെ 100,000 പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ലൈഫിൽ. ഉണ്ടായിരുന്നു എന്നല്ല, സ്റ്റിൽ ഉണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് മക്കളുണ്ട് എന്നൊരൊറ്റ കാരണത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ പോലും നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടികളെ കൊല്ലാൻ പറ്റില്ല. അവർ ഭൂമിയിൽ ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് ഞാനും അവർക്ക് വേണ്ടി ജീവിക്കുന്നു. ഇതാണ് ഒരമ്മ. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ എനിക്ക് പറ്റില്ല ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊല്ലാൻ. ഞാനെന്നല്ല, ഒട്ടുമിക്ക അമ്മമാർക്കും, നോർമലായിട്ടുള്ള ഒരമ്മയ്ക്കും കുഞ്ഞിനെ കൊല്ലാൻ പറ്റില്ല. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ ഈ ഷാർജയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി സൂയിസൈഡ് ചെയ്ത ആ കുട്ടിയുടെ കഥയാണ് പറയാനൊരുങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒരാളുടെ സൈഡ് ചേർന്ന് അല്ലെങ്കിൽ പക്ഷം പിടിച്ചിട്ട് പറയുമല്ല. ഒരു സൈക്കോളജി പരമായിട്ട് അല്ലെങ്കിൽ കുറച്ച് മനഃശാസ്ത്രപരമായിട്ട് കുറേ കാര്യങ്ങളിൽ വന്നൊരു ഡൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ തന്നെ ഒരു ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആൻഡ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. ഇത് പലർക്കും നമ്മുടെ നാട്ടിൽ അത്രത്തോളം ആഴത്തിലുള്ള ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാലും പോലും മനസ്സിലാവില്ല. പലരും അത് ചിന്തിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഓക്കെ, അവൾ അത്രമാത്രം കടന്നുപോയി, അല്ലെങ്കിൽ അവൾ ഈ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, അവളെ ഈ കുഞ്ഞിനെ കൊന്നു, കൊലപാതകി, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അത് എന്തുകൊണ്ടാണ് ഒരാൾ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ മാനസിക നില തെറ്റിയെ പോലെ അല്ലെങ്കിൽ സ്വയം സൂയിസൈഡ് ചെയ്യാനൊക്കെ ഒരുങ്ങുന്നത് എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വ്യതിയാനമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ വരുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുമൂലം അവർക്ക് ഭർത്താവിനെയാണ് അവർ ശത്രുവായിട്ട് ചിത്രീകരിക്കുന്നത്. കുട്ടിയാണ് ഇതിനുള്ള കാരണം എന്ന് കരുതി കുട്ടീനെ ഒരു ശത്രുവായിട്ട് കണ്ടിട്ട് കുട്ടീനെ ആദ്യം കൊലപ്പെടുത്തും. അപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് ഇന്നും നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും അറിയില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് പോലും ഇത്രത്തോളം ഉള്ള ഈ സൈക്കോളജി പരമായിട്ട് അല്ലെങ്കിൽ ഈ മാനസികമായിട്ട് എത്രത്തോളം ഒരു പ്രശ്നമാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് ഇപ്പോഴും മിക്ക ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ സൈക്കോളജി പഠിച്ചപ്പോഴൊക്കെ ഒരുപാട് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, അങ്ങനെ ഇതുമൂലമുള്ള പല സ്ത്രീകളുടെ കോളുകൾ, കൗൺസിലിംഗ് ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. വിപഞ്ചിക എന്ന് പറഞ്ഞൊരു കുട്ടി പല കാരണങ്ങൾ കൊണ്ടും, അത് കുടുംബ പ്രശ്നമാകാം അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നുള്ള അവഗണനയാവാം, പല കാരണങ്ങൾ കൊണ്ട് മാനസികമായി തകർന്ന ഒരു അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം
പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിനൊരു 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പ്രസവം കഴിഞ്ഞ് അധികകാലമായിട്ടില്ല. ആ സമയത്താണ് നമ്മൾ കുറച്ചുകൂടി സ്നേഹവും പരിഗണനയും കരുതലും കൊടുക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഓൾറെഡി ഒരു പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. ആ സമയത്ത് ഒറ്റപ്പെടലും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവർ മാനസികമായിട്ട് തകർത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം, അതായത് ആ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെയോ സൈക്കോസിസിൻ്റെയോ ഒരു കാരണം കൊണ്ടാകാം തീർച്ചയായും വിഭജിക ഇവിടെ കുഞ്ഞിനെ കൊന്നതും സ്വയം ആത്മഹത്യ ചെയ്തു. ഇവിടെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ ഭയങ്കര രീതിയിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മൊത്തം ഒരു ഇമോഷണലി ടോർച്ചർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവനെ അത് ചെയ്യണം, അവൻ്റെ ഈ സ്വഭാവം കാരണമാണ് അവൾ സൂയിസൈഡ് ചെയ്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും 2 സൈഡ് നോക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെയർ ഹിയറിംഗ്. 2 ഭാഗവും, ഒരു ഭാഗം മാത്രമേ നമ്മളിവിടെ പുരുഷൻ, അതായത് ഈ വിഭജിക്കയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പറയാനുള്ളത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിന് പിന്നിലുള്ള സ്റ്റോറീസ് നമ്മൾ കൂടി കണക്ട് ചെയ്ത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ന്യൂസായി സ്പ്രെഡ് ചെയ്തു. പകരം ഈ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത്? ഇവർ ഈ പറഞ്ഞ പോലെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതോ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ഈ ഒരു പ്രശ്നം കൊണ്ടാണോ ഈ കുട്ടി സൂയിസൈഡ് ചെയ്ത്? ഇവിടെ ഒന്നും ആരും എവിടെയും സംസാരിച്ച് കണ്ടില്ല. ഞാനിവിടെ 1-2 ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചില ആളുകളുടെ പോസ്റ്റിൽ നിന്നും ഞാൻ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വിഭജിക ഏറെ കാലമായിട്ട് ഒരു സെപ്പറേറ്റ് ഫ്ലാറ്റ് എടുത്തിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞുമായിട്ട്. ഇങ്ങനെയുള്ള കാര്യം എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയത്തില്ല. അതായത് ഒരുപാട് കാലം മുൻപേ, ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് ആണ് ഭർത്താവും ഇവരുമായിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ നല്ല ടേംസിലായിരുന്നില്ല. വിഭജിക സെപ്പറേറ്റ് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ചു വരികയാണ്. അതായത് വിഭജിക ഭർത്താവിൽ നിന്ന് ഒരു പീഡനങ്ങളും അനുഭവിച്ചിട്ടില്ല എന്നോ, അല്ലെങ്കിൽ അവളുടെ മനോവിഷമം കൊണ്ടല്ല, ഭർത്താവിൽ നിന്നുള്ള വിഷമം കൊണ്ട് തന്നെയാണ് അവളത് ചെയ്തത്. അതായത് വിഭജിക ഭർത്താവിൽ നിന്ന് യാതൊരുവിധ പീഡനങ്ങളും അനുഭവിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായും ഭർത്താവിൽ നിന്നും പീഡനങ്ങളും ക്രൂരതകളും അനുഭവിച്ചിട്ടുണ്ടാകാം. അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവളെ കൊണ്ട് ഈ ഒരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു പ്രശ്നം നടന്ന് അതിന്റെ ഇമ്മീഡിയറ്റ് ഒരു റിയാക്ഷൻ എന്ന പോലെയല്ല ഈ ആത്മഹത്യ നടന്നതെന്നുള്ളത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പുള്ളിക്കാരിയുടെ ആത്മഹത്യക്കുറിപ്പിൽ സ്വയം ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോകുകയാണ്. അങ്ങനെ ഒരു വ്യക്തി എന്ത് ചെയ്യുക, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടമായിട്ട് തോന്നിയ എന്താണോ അവിടെ ഡാമേജ് ഉണ്ടാക്കാൻ മാത്രമേ അവർ ശ്രമിക്കാറുള്ളൂ. സ്വയം എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തി അവർ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കുന്ന ചില സാധനങ്ങൾ ഡാമേജ് വരും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മാരകമായിട്ടുള്ള മുറിവ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി നൽകി മാത്രമേ അവർ കടന്നു പോവുകയുള്ളൂ. ഡെത്ത് നോട്ട്സ് ആർ ഓൾവേസ് റാഷണൽ ആൻഡ് ദേ ആർ ഇമോഷണൽ. ദേ റിഫ്ലക്ട് മെന്റൽ സഫറിംഗ് ആൻഡ് നോട്ട് ഓൾവേസ് ദ ട്രൂത്ത്. പുള്ളിക്കാരിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്, വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസങ്ങൾ മുതൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ശാരീരികവും മാനസികവും ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിരുന്നു എന്ന് പറയുന്നു. പക്ഷെ പുള്ളിക്കാരിയും ഹസ്ബൻഡുമായിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനിടവന്നു. അതായത് കല്യാണം കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം മുതൽ ശാരീരികവും മാനസികവുമായിട്ട് പീഡനം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ വക ഉള്ള ഫോട്ടോസ് ഹസ്ബൻഡുമായിട്ട് ചിരിച്ച് സന്തോഷിച്ച്, അതായത് റീസെൻ്റ്ലി മാരേജ് കഴിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണോ ഭർത്താവുമായിട്ട് സന്തോഷിക്കുന്ന ആ വക രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഒരുപാട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും, എല്ലാ കുടുംബത്തിലെ പോലെ ഉണ്ടാവുമെങ്കിലും ഇപ്പോൾ നടന്ന ഒരു ആത്മഹത്യയുടെ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്, ഇങ്ങനൊരു കഠിനമായിട്ടുള്ള വലിയൊരു പ്രശ്നം നടന്ന് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് കയറി ആത്മഹത്യ ചെയ്തത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരിക്കലും ആ കുട്ടീനെ വിമർശിക്കുകയല്ല. എനിക്ക് എൻ്റെ സഹോദരിയെ പോലെ തന്നെയാണ്, ഞാനും സ്ത്രീയാണ്, എനിക്കും കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഒരു വ്യക്തിനെ ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ, ഈ ആത്മഹത്യ ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടെത്തിച്ച കാര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ ഫോട്ടോസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏതൊരു ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്ന പോലെ വിവാഹം കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെയുള്ള, പലയിടത്തും യാത്ര ചെയ്യുന്ന, പലയിടത്തും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുന്ന സന്തോഷത്തോടെയുള്ള ഫോട്ടോസ്, അവർ ഒരുമിച്ചുള്ള ഒരുപാട് സർപ്രൈസുകൾ, നല്ല മുഹൂർത്തങ്ങൾ, സന്തോഷങ്ങൾ, ആഘോഷങ്ങൾ, ഇതെല്ലാം എനിക്കതിൽ കൂടെ കാണാൻ കഴിഞ്ഞു. ആ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും പുള്ളിക്കാരി തന്നെയാണ്. പുള്ളിക്കാരി പറയുന്ന പോലെ അത്രമാത്രം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 4 കൊല്ലം, അതായത് വിവാഹം കഴിഞ്ഞ ഈ 4 കൊല്ലം പുള്ളിക്കാരനോടൊപ്പം പുള്ളിക്കാരി താമസിക്കില്ലായിരുന്നു. ഇതുപോലുള്ള ഫോട്ടോസ് എടുത്ത് പബ്ലിക് ആക്കില്ലെന്ന്, അത്രമാത്രം പീഡനമാണ് പുള്ളിക്കാരി അനുഭവിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രശ്നങ്ങൾ പുള്ളിക്കാരി അനുഭവിച്ചിരുന്നുവെങ്കിൽ ഇത്തരമുള്ള ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് അവരുടെ സന്തോഷം മുഖത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് അറിയാൻ കഴിയും. അത് മാത്രവുമല്ല, ഈ ഒരു 4 വർഷം ഭർത്താവിനെ വേണം, എനിക്ക് ഭർത്താവിനെ വിട്ടുതരൂ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആ പുള്ളിക്കാരി പറയണമെങ്കിൽ,
അല്ലെങ്കിൽ അവനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ക്വാളിറ്റീസ് അവനുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോഴാണ് അവിടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് പോലുള്ള എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയാണോ അവളെ ഈ ഒരു ആത്മഹത്യയിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഭയാനകപ്പെടുത്തുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കൂടെയുള്ള ഹസ്ബൻഡിനെ ആണ് അവർ ഏറ്റവും മാത്രം ശത്രുക്കളായിട്ട് കാണുക, അല്ലെങ്കിൽ അവർക്കൊരു പണി കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും അവർ കുഞ്ഞിനെ കൊള്ളുന്നതും അല്ലെങ്കിൽ അവർ സ്വയം ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതും. അങ്ങനെയാണ് ഈ ഒരു മാനസികാവസ്ഥയുടെ അവസ്ഥയെ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്നത് ഭർത്താവാണ് എൻ്റെ ശത്രു, എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഈ കുഞ്ഞാണ് എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ അവർ നിഷ്കരുണമാണ് കൊലപ്പെടുത്തുക. പല പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നുള്ള രോഗങ്ങളിൽ വിക്റ്റിമായിട്ടുള്ള പല കേസുകൾ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. റീസെന്റ് ആയിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടി ദിവ്യ ജോൺ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അതും കൊല്ലംകാരിയാണ്. പുള്ളിക്കാരി ആദ്യത്തെ കുഞ്ഞിനെ ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരാളാണ്. അതിന്റെ റിഗ്രറ്റ് മൂലം പുള്ളിക്കാരി തന്നെ ട്രീറ്റ്മെന്റിലായിരുന്നു. അവിടെയും പുള്ളിക്കാരി പറയുന്നത് ഹസ്ബൻഡും വീട്ടുകാരുമാണ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. കാരണം അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവരെയാണ്. എല്ലാ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവർ ആ ഒരു ശത്രുതാ മനോഭാവത്തോടെ അവർ കാണുന്നത് ഈ ഒരു മാനസികാവസ്ഥ മൂലമാണ്. എന്നിട്ട് അവർ അതിന് ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ അവർ കൊന്നു കളയുന്നത് ആരെയാണ്? സ്വന്തം രക്തത്തിൽ ജനിച്ച് സ്വന്തം കുഞ്ഞിനെയാണ് നിഷ്കരുണം അവർ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ദിവ്യ ജോണി ആത്മഹത്യ ചെയ്തത്. ദിവ്യ ജോണി തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കൈക്കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ കൊലപ്പെടുത്തി. അത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിന്റെ ഒരു ഇരയാണ് പുള്ളിക്കാരി. ട്രീറ്റ്മെന്റിലായിരുന്നു. അതിനുശേഷം കുറ്റബോധപ്പെട്ടു. പുനർവിവാഹം കഴിച്ചത് ഈ അടുത്തിടയ്ക്കാണ്. അതിനുശേഷമാണ് പുള്ളിക്കാരി വീണ്ടും പ്രഗ്നന്റ് ആയ അവസരത്തിൽ ഇതേ മാനസികാവസ്ഥയായിരിക്കണം പുള്ളിക്കാരിയെ വീണ്ടും അലട്ടിയത്. അതിന്റെ ഫലമായിട്ടാണ് പുള്ളിക്കാരി സ്വയം ആത്മഹത്യയും ചെയ്തത്. അപ്പൊ പുള്ളിക്കാരിയുടെ വീഡിയോസും ഏറ്റുപറച്ചിലും എല്ലാം അടങ്ങുന്ന യൂട്യൂബ് വീഡിയോ ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാണാനൊക്കെ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ഭയാനകപ്പെടുത്തുന്ന ഭീകരമായ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാ കുടുംബജീവിതത്തിലും ആരും പെർഫെക്റ്റ് അല്ല, ആരും നല്ലവരല്ല എന്ന് വെച്ചിട്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനും സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനെ കൊല്ലാനും വേണ്ടിയിട്ട് ഉള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാനസികമായിട്ടുള്ള കടുത്ത പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു കടുകൃത്യം ചെയ്യാനായിട്ടുള്ള അവസ്ഥയിൽ അവരെ കൊണ്ടെത്തിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളോ ടോർച്ചറിങ്ങോ ഡൊമസ്റ്റിക് വയലൻസോ ഒന്നും ആവണമെന്നില്ല. പക്ഷേ അവരുടെ മാനസികാവസ്ഥയാണ് അവരെ ടാർഗറ്റ് ചെയ്യും. ഓക്കെ, എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു. അവർക്ക് തിങ്ക് ചെയ്യാൻ കുറേ ന്യായീകരണങ്ങളുണ്ട്. അവരതിൽ തന്നെ നിൽക്കും. ഓക്കെ, ഇവരിങ്ങനെയാണ് എന്നോട് കാണിക്കുന്നത്, എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് എന്നെ ഒറ്റപ്പെടുത്തുവാണ്. അവരുടെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടി കൂടുമ്പോഴത്തേക്കും അവർക്കെല്ലാം നെഗറ്റീവായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇവരെന്താ ചെയ്യുക? ഭർത്താവിനെ ടാർഗറ്റ് ചെയ്യുക. എൻ്റെ മരണം കൊണ്ടെങ്കിലും അയാൾ അനുഭവിക്കണം എന്നുള്ള രീതിയിൽ ഇവർ സ്വയം മരിക്കാൻ ഒരുങ്ങുകയും ഇവരുടെ കുഞ്ഞിനെയാണ് ഒരു തെറ്റും ചെയ്യാതെ നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവർ കൊന്നുകളയുന്നത്. എനിക്ക് ഇവിടെ പറയാൻ കഴിഞ്ഞത് ആ കുട്ടി മരണപ്പെട്ടതിൽ അല്ലെങ്കിൽ ആ കുട്ടിയും കുഞ്ഞും സൂയിസൈഡ് ചെയ്തിട്ട് അതിയായ ദുഃഖമുണ്ട്. കാരണം എനിക്കത് നല്ല രീതിയിൽ ആ കുട്ടി അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ കാണുന്നതും ഡീൽ ചെയ്തതും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് കുടുംബജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ പണ്ടെപ്പോഴോ കുടുംബജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലമോ ആയിരിക്കണം ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന്റെ ഉത്തരവില്ല. കുഞ്ഞിന്റെ പ്രായം വെച്ചിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളത് ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്കോസിസ് ഇതൊക്കെ ആയിക്കൂടെ ആ കുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിൽ. കാര്യങ്ങൾ കൃത്യമായി തെളിയിക്കപ്പെടുന്നത് വരെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ ടോർച്ചർ ചെയ്യരുത്, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യരുത് എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എനിക്ക് ആ പുരുഷനെ അല്ലെങ്കിൽ ആ വിഭജിക്ക എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടില്ല, വിഭജിക്കുകയും ഞാൻ കണ്ടിട്ടില്ല, ന്യൂസിൽ മാത്രം കേട്ടറിവേ ഉള്ളൂ. പക്ഷേ പൊലിഞ്ഞു പോയി 2 ജീവിതം. അറിയാലോ, നമുക്കൊരിക്കലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതല്ല ജീവൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ, അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം കോടതിയിൽ ബോധിപ്പിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ ടോർച്ചറിങ് അത്രമാത്രം ക്രൂരമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിയും കുഞ്ഞു മകളും ആത്മഹത്യ ചെയ്തത് എങ്കിൽ തക്കതായ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടട്ടെ. അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ചെയ്യാനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാനുമുള്ള അവസരം കൊടുക്കുക. അതിന് കോടതിയുണ്ട്, നീതിന്യായങ്ങളുണ്ട്. സോ എല്ലാം തെളിയട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ.
ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനും പാടില്ല. അദ്ദേഹം ഒരു പക്ഷേ നിരപരാധി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കൂടി നമ്മളൊന്ന് പരിഗണിക്കണം. കാരണം സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടു, സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടു, കഷ്ടപ്പെട്ട് നേടിയ കരിയർ ഏകദേശം നഷ്ടപ്പെടാനുള്ള ഒരു അവസ്ഥയിലാണ്. ഗൾഫ് പോലുള്ള ഒരു കൺട്രിയാണ്, അവിടുത്തെ നിയമങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അപ്പം ഒരു പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സാധാരണ ചെറിയ ചെറിയ വഴക്കുകൾ, എല്ലാ കുടുംബത്തിലെയും പോലുള്ള വഴക്കുകൾ പുള്ളിക്കാരി എടുത്ത രീതി, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ചെയ്ത പ്രവൃത്തി കുറച്ച് അതികഠിനമായി പോയെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതും ടോർച്ചർ ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ മാനസികാവസ്ഥ മൂലം ഒരു ജീവനും കൂടി ആത്മഹത്യയിലേക്ക് തള്ളിവിടാനായിട്ടുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾക്ക് സോഷ്യൽ മീഡിയ ന്യൂസുകൾ കാണുന്നവർക്ക് ഓക്കെ, ഒരു ന്യൂസ് ഒരു വ്യക്തിയിടും, അടുത്ത ന്യൂസ് മറ്റൊരു വ്യക്തിയിടും, ഇതിങ്ങനെ സ്പ്രെഡായി നെഗറ്റിവിറ്റി സ്പ്രെഡായി പോകും. പകരം മറു സൈഡിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരും പോയിന്റ് ഔട്ട് ചെയ്യില്ല. കാരണം യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ മീഡിയാസിന് ഇന്ന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ന്യൂസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു രീതി. എങ്കിൽ മാത്രമേ അവർക്ക് റീച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സൂയിസൈഡ് ഒരിടത്ത് നടന്നു, അതിന്റെ ന്യൂസ് വരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉള്ള ആളുകളെല്ലാം അതടിച്ചു നോക്കും. സോ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചാനലുകാർക്ക് അതൊരു ചാകരയാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ട്രെൻഡിങ് ന്യൂസ് എടുക്കും, കുറച്ചുകൂടെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂട്ടിച്ചേർത്ത് പറയും. നമ്മൾ എവിടെ ഇടുന്നതുകൊണ്ട് പ്രാകും, അവൻ അങ്ങനെയാ, അവൻ മൂലം ഇങ്ങനെയാ, ഇങ്ങനെ. ആക്ച്വലി അവന് പറയാനുള്ളത് ഒരു മീഡിയയിലും കണ്ടിട്ടില്ല. അവന്റെ ഭാവം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്, നമുക്കല്ല, കോടതിക്ക്. സോ സത്യങ്ങൾ തെളിയട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാനും പാടില്ല. പ്രസവശേഷം ഒട്ടുമിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു മാനസികമായ അതിഭീകരമായ ഒരു മാനസികാവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷന്റെ കാരണങ്ങൾ സ്ത്രീകളുടെ പ്രസവത്തിന് ശേഷം ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണുകൾ പെട്ടെന്ന് കുറഞ്ഞു പോവുകയും അവിടെ ഉണ്ടാകുന്ന ഒരു ഏറ്റക്കുറച്ചിൽ മൂലവുമാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഉറക്കക്കുറവ്, ഇപ്പൊ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അറിയാലോ, അതുവരെ സിംഗിൾ ആയിട്ടിരുന്ന അല്ലെങ്കിൽ ഭാര്യയായിട്ടിരുന്ന ഒരു സ്ത്രീ പെട്ടെന്നൊരു ചേഞ്ചാണ്, അവരെ പെട്ടെന്നൊരു അമ്മയായി മാറുകയാണ്. അപ്പൊ അതുവരെ ഉറങ്ങാനുള്ള സമയമായിരുന്നു. പിന്നെ കുഞ്ഞായി കഴിഞ്ഞാൽ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കാനായിട്ട് അസ്വസ്ഥത മൂലമൊക്കെ കുഞ്ഞുങ്ങൾ കരയും. സോ അവരെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉറങ്ങാനേ പറ്റില്ല കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ. കാരണം രാത്രി മുഴുവൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ളപ്പോൾ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇങ്ങനെ വരുമ്പോൾ മെന്റലി നമ്മൾ കുറച്ചുകൂടി സ്ട്രെസ് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരും. നമുക്ക് ക്ഷീണം കൂടും. അതുപോലെ തന്നെ കുറേ റെസ്പോൺസിബിലിറ്റീസ്, അമ്മയായതിൻ്റെ ഒരു ഉത്തരവാദിത്തം, നമ്മളെക്കാളും നമ്മൾ കൂടുതൽ നമ്മുടെ കുഞ്ഞിനെ കെയർ ചെയ്യും. സോ നമ്മുടെ കുഞ്ഞിനെ കെയർ ചെയ്യേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി, അതിനൊപ്പം കുടുംബാന്തരീക്ഷം, ഇപ്പൊ ഹസ്ബൻഡും അമ്മായിയമ്മയും അല്ലെങ്കിൽ പാരൻസും ഒക്കെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഇതൊന്നും മനസ്സിലാക്കുക, അവളൊരു അമ്മയാണല്ലേ, അവൾക്കും കൂടെ ഒരു സ്നേഹവും പരിഗണനയും വേണം എന്നൊന്നും മനസ്സിലാക്കാതെ ഭയങ്കരമായിട്ട് ഭർത്താവ് ചൂടാവുക, വീട്ടുകാർ ചൂടാവുക, അമ്മായിയമ്മ ചൂടാവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഫാമിലി കൂടെ ആവുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു അവസ്ഥ കുറച്ച് സീരിയസ് ആയി മാറും. അതായത് മാനസിക നില നമ്മുടെ കയ്യിൽ നിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറും. അതുപോലെ ചില സ്ത്രീകളിൽ നേരത്തെ ബൈപ്പോളർ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ നേരത്തെ അനുഭവിച്ചിരുന്ന സ്ത്രീകളാണ്, അല്ലെങ്കിൽ അതിന് മെഡിസിൻ കഴിച്ചിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ പ്രസവം കഴിയുന്നതോടുകൂടി ഇവരുടെ ഈ ഒരു അവസ്ഥ കുറച്ചുകൂടെ ഒരു വേഴ്സ് സിറ്റുവേഷൻ, കുറച്ചൊരു മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള കാരണവും വളരെ കൂടുതലാണ്. പോഷകാഹാരത്തിന്റെ കുറവ് അറിയാമല്ലോ, കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം പാൽ വഴി കുഞ്ഞിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അത്രമാത്രം പ്രോട്ടീനും അയൺ, വൈറ്റമിൻ ഡിയും B12 ഇങ്ങനെയുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പോഷകാഹാരക്കുറവും നമ്മുടെ ശരീരത്തെ മാത്രമല്ല മാനസിക നിലയെയും താളം തെറ്റിക്കാം. അതുപോലെ ഭർത്താവിൽ നിന്ന് കുറച്ച് കൂടുതൽ പരിഗണന, സ്നേഹം കിട്ടേണ്ട ഒരു സമയമാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. കുഞ്ഞിനെ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ അമ്മയെയും പരിഗണിക്കുക, താലോലിക്കുക, സ്നേഹിക്കുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് പലരും ഭാര്യയെ അവഗണിക്കും. കൂടുതലും ഇത് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ലേറ്റ് നൈറ്റ് കരയും, അപ്പോൾ ഭർത്താവ് സുഖമായിട്ട് മാറിപ്പോയി കിടന്നുറങ്ങും. ഇതെല്ലാം രാത്രി ഒറ്റപ്പെട്ട് ഉറക്കക്ഷീണം മൂലം ഉറങ്ങാൻ പറ്റാതെ കുഞ്ഞിനെ നോക്കുക, അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്, ടെൻഷൻ, ദേഷ്യം, ഈ ഒരു അവസ്ഥയിൽ ഭർത്താവിൻ്റെ കൂടെ ഒരു പിന്തുണയും സഹായവും സഹകരണവും ഇല്ലെങ്കിൽ കൂടുതലും നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയാവും. ഇങ്ങനെയൊക്കെ വരുമ്പോഴും കൂടിയാണ് ഈ ഒരു ഒന്നാമതേ ഹോർമോണൽ ചേഞ്ച് വന്നിരിക്കുക. അതിലൂടെ ഈ ഒരു അവസ്ഥയും കൂടെ ഒക്കെ ആകുമ്പോഴാണ് ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിസോഫ്രീനിയ, ബൈപ്പോളാർ, ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ള വ്യക്തികളിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വയലന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോഴാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ആയി മാറുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കഴിഞ്ഞ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഉള്ളവർക്കാണ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ആണ്. സ്വയം സൂയിസൈഡ് ചെയ്യുക, കുഞ്ഞുങ്ങൾ കരയുന്ന കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തോന്നുക, കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കാൻ തോന്നുക. ഒരു കുട്ടി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ, കുഞ്ഞ് കരയുന്ന കാണുമ്പം തിളച്ച വെള്ളം കൊണ്ട് ദേഹത്ത് ഒഴിക്കാൻ തോന്നുന്നു, കുഞ്ഞ് കരയുമ്പം കഴുത്തിന് ഞെരിച്ച് കൊല്ലാൻ തോന്നും. കാരണം ഇത് അവരുടെ കുറ്റമല്ല, അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്, അവരുടെ മാനസികാവസ്ഥ മൂലമാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. സോ ഇതെല്ലാം
പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ സൈക്കോസിസിന്റെ ലക്ഷണമാണ്. അപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ നിന്ന് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. സോ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഉള്ളവർക്കാണ് കൂടുതലായിട്ടും അവരെ സ്വയം മരിക്കാനും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താനുമായിട്ടുള്ള ടെൻഡൻസി കൂടുതലായിട്ടും തോന്നുന്നത്. ഈ ചൂട് കാലങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രസവം നടന്ന സ്ത്രീകൾക്കാകുമ്പോൾ കുറച്ചും കൂടി അവർ ഇറിറ്റേറ്റഡ് ആവും. കാരണം കുറച്ചുകൂടെ ചൂട് അന്തരീക്ഷമാണ്, ചൂട് കാലാവസ്ഥയാണ് കേരളത്തിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഈ ഒരു മെന്റലി ഇവരുടെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് മാറി നിൽക്കുന്നതിനൊപ്പം ഇവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥയാവാനും കൂടുതലായിട്ടും ഭയങ്കര നെഗറ്റീവായിട്ട് ഈ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവാനും ഈ മാസങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഒക്കെ ഏതൊരു വ്യക്തികൾക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വിവാഹം കഴിഞ്ഞ സമയങ്ങളിൽ ഭാര്യയെ ഭയങ്കര രീതിയിൽ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ നിന്നും കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ പ്രസവം കഴിഞ്ഞ സമയം. അവരൊരു അമ്മയായി ഒന്ന് പരിശീലിച്ചൊക്കെ വരട്ടെ. ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു 2-3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് തനിയെ അത് സബ്സൈഡ് ആയിക്കോളും. അതുവരെയെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കൊണ്ട് നടന്ന് ഉറക്കുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുക. അവരുടെ കൂടെ ഒന്ന് 1-2 ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ അവരുടെ കൂടെ ഒന്ന് ഉണർന്നിരുന്ന് കുഞ്ഞിനെ താലോലിക്കുക, കൈമാറി പിടിക്കുക. അവർ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ ഒന്ന് ഉറക്കുക. എപ്പോഴും അമ്മയുടെ മാത്രം ഒരു കടമയൊന്നും അല്ല കുഞ്ഞുങ്ങളെ ഉറക്കുക, കുഞ്ഞുങ്ങളെ പരിപാലിക്കുക. ഇതൊന്നും അമ്മയുടെ മാത്രം ഡ്യൂട്ടി അല്ല. ഇത് അച്ഛനും അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാർക്കും അമ്മയുടെ വീട്ടുകാർക്കൊക്കെ മാറി മാറി ചെയ്യാവുന്ന കാര്യം. എല്ലാവരും ഒത്തൊരുമയോടെ ആ കുഞ്ഞിനെ കെയർ ചെയ്യാതെ ആ കുഞ്ഞിനും ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു മൈൻഡ് സെറ്റിൽ വളർന്നു വരാനായിട്ട് പറ്റുകയുള്ളൂ. ഒത്തൊരുമയാണ് എവിടെ. ഇതൊക്കെ കണ്ടാണ് കുട്ടികളും പഠിക്കുന്നത്. സോ കുഞ്ഞിലേ മുതലേ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരുപോലെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മെൻ്റൽ ഡെവലപ്മെൻ്റ് ഒക്കെ സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും മനസ്സിൽ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ആരെയും ക്രിറ്റിസൈസ് ചെയ്തതോ ആരെയും വിമർശിച്ചതോ അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിൽ സന്തോഷിച്ചതോ ഒന്നുമല്ല. എനിക്ക് തോന്നിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതും ചില പോസ്റ്റുകളിൽ ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് വീഡിയോ ആയിട്ട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പുള്ളിക്കാരിയുടെയും കുഞ്ഞിൻ്റെയും ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.